മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. ഇന്ന് ഒരു ചെറിയ കാര്യവും കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ധാരാളം സദസ്സുകളിൽ, SNDPയുടെ സദസ്സുകളിൽ പ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെയുള്ളൊരു അനുഭവങ്ങളുടെ പരമ്പര കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് NSSന്റെ വേദികളിലും എനിക്ക് കിട്ടാറുണ്ട്. ഇന്നലെ വൈക്കത്ത് NSS ഹാളിൽ അതിഗംഭീരമായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൃത്യം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആവിഷ്കരിച്ച കർമ്മ പദ്ധതിയുടെ തുടർച്ചയായിട്ട് ഹിന്ദു ധർമ്മം പഠിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. 2.25 മണിക്കൂർ ക്ലാസ്സായിട്ട് ഞായറാഴ്ച തറക്കേടില്ലാത്ത മഴ, തറക്കേടില്ലാത്ത തണുപ്പ്, ഫാനിൻ്റെ ചുവട്ടിൽ അതിനൂതനമായ ഓഡിറ്റോറിയത്തിലിരുന്ന് ക്ലാസ് എടുത്ത് തീർന്നപ്പോൾ ശരിക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ളൊരു സംതൃപ്തി തോന്നി. ഒരാൾ കൂട്ടുവായ വിട്ടില്ല, ഒരാൾ വച്ച് നോക്കിയില്ല. ഹിന്ദു ധർമ്മത്തിലെ ആചാരങ്ങളുടെ 5 പോയിന്റും ഹിന്ദു ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളുടെ 5 പോയിന്റും 2 മണിക്കൂർ കൊണ്ട് വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ആത്മാഭിമാനവും സംതൃപ്തിയും വിവരണാതീതമായിരുന്നു. ഞാൻ അവരോട് എല്ലാവരോടും ആവർത്തിച്ച് പറയാൻ പറഞ്ഞു, ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ മടിത്തട്ടിൽ തന്നെ ഒരു ഹിന്ദുവായി തന്നെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹിന്ദുവായി തന്നെ ജനിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവരുടെ മുഖത്ത് കണ്ട സംതൃപ്തി. ഹിന്ദു എന്ന് പറഞ്ഞാൽ അപകർഷത നിറഞ്ഞവൻ, ഹിന്ദുക്കളുടെ ഏതെങ്കിലും കാര്യം ചോദിച്ചാൽ തല കുനിച്ച് നിൽക്കുന്നവൻ, ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചോ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ ഒന്നും അറിയാത്ത വ്യക്തികൾ, അങ്ങനെ ഹിന്ദുവായി ഗതികേട് കൊണ്ട് ജനിച്ചുപോയി എന്ന് വിചാരിക്കുകയും പറയുകയുമെല്ലാം ചെയ്തിരുന്ന വ്യക്തികൾ ആ NSSന്റെ വൈക്കം താലൂക്ക് സമ്മേളനത്തിൽ, പ്രഭാഷണത്തിന് വേണ്ടി മാത്രം വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാര്, കമ്മ്യൂണിസ്റ്റുകാര്, BJPക്കാര്, നിരീശ്വരവാദികൾ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, നല്ല യുവാക്കള്, എഞ്ചിനീയർ യുവാക്കള്, പഠിക്കുന്നവര് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും മുഖത്ത് കണ്ട സന്തോഷം. 4:10 ക്ലാസ് അവസാനിച്ചപ്പോൾ അവരടുത്ത് വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞ രീതി, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അവനവനെ പുകഴ്ത്തുകയാണോ എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമോ എന്നൊരു ഭയമുണ്ട്. പക്ഷേ ആ ഭയം ഞാൻ തന്നെത്താനെ ഇല്ലാതെയാക്കിയത് കഴിഞ്ഞ ആഴ്ച ഈ മാസം 6-ാം തീയതി 11 മണിക്ക് കുന്നത്തുനാട് SNDP യൂണിയന്റെ ഭാരവാഹികളുടെ ഒരു മീറ്റിങ്ങിൽ 1500ഓളം പേര് പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ ക്ലാസ് എടുത്തപ്പോൾ തോന്നിയ സംതൃപ്തി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി അതേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഉടുപ്പി കല്യാണ മണ്ഡപത്തിൽ ഈ തോണ്ടൻകുളങ്ങരയ്ക്ക് അടുത്ത് ആലപ്പുഴയിൽ അമ്പലപ്പുഴ SNDP യൂണിയന്റെ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്ത ഈ ദൈവദശകത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച ആ പരിപാടിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ പങ്കെടുത്ത ആ പരിപാടിയിലുണ്ടായ അനുഭൂതി ഞാൻ വിവരിക്കുകയുണ്ടായി, രണ്ടും ചേർത്ത്. അപ്പോൾ NSSന്റെ ഇത്രയും ഉജ്ജ്വലമായ 100% അച്ചടക്കത്തോടു കൂടിയ, ആത്മാഭിമാനത്തോടു കൂടിയ, ആത്മാർത്ഥമായ ഒരു സമ്മേളനത്തിൽ എനിക്ക് ഉണ്ടായ ആ അനുഭൂതി ഞാൻ വിവരിച്ചില്ലെങ്കിൽ ഞാൻ പാർഷ്യലാവോ, ബയസ്ഡാവോ, അല്ലെങ്കിൽ പന്തിയിൽ പക്ഷഭേദം കാണിച്ചവനായി തീരുമോ എന്നൊരു കുറ്റബോധം ചെറിയ രീതിയിലാണെങ്കിലും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തായിരുന്നു
ആ വൈക്കം താലൂക്ക് പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ കീഴിലുള്ള അനവധി NSS കരയോഗങ്ങൾ, അവരുടെ ഭാരവാഹികളും അംഗങ്ങളും വന്ന് ഇത് കേട്ട് അവരുടെ സംതൃപ്തി രേഖപ്പെടുത്തി തൊഴുതുകൊണ്ട് പോയ കാഴ്ച. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഞാൻ അവസാനം പറഞ്ഞു, നമ്മൾ SNDPയിലെ അംഗങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണം. ഒരു വീട്ടിൽ 2 or 3 മക്കളുണ്ടെങ്കിൽ ആ 2 മക്കളുടെയും 3 മക്കളുടെയും അഭിപ്രായം ഒരേപോലെ ആവണമെന്ന നിർബന്ധമില്ലല്ലോ. മാതാപിതാക്കളുടെ അഭിപ്രായത്തിന് പോലും മക്കൾക്ക് എതിർപ്പുണ്ടാവും. അമ്മയുടെ അഭിപ്രായത്തിന് എതിരായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു വീടിനകത്ത് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ള ലോകത്തിൽ NSSന്റെ തലപ്പത്തിരിക്കുന്നവരും SNDPയുടെ തലപ്പത്തിരിക്കുന്നവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് NSSലെ പ്രവർത്തകരും SNDPയിലെ പ്രവർത്തകരും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് എതിര് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രതിനിധികളാണ്. ഓരോ മുസ്ലിം മന്ത്രിയും ഓരോ ക്രിസ്ത്യൻ മന്ത്രിയും അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും അവനവൻ്റെ മതത്തിന് വേണ്ടിയും അതുപോലെ അടുത്ത പ്രാവശ്യം അവനവൻ്റെ മതത്തിലെ ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയും ചെയ്തു കൂട്ടുന്നതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെക്രട്ടേറിയറ്റിൽ പോയാൽ കാണാം, ഒരു മുസ്ലിമിൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് വേണ്ടതെല്ലാം മുസ്ലിം മന്ത്രിമാരുടെ മുസ്ലിം പേഴ്സണൽ സ്റ്റാഫും ഒഫീഷ്യൽ സ്റ്റാഫും ചെയ്തു കൊടുക്കും. ഒരു മുസ്ലിമിനും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കാത്തു നിൽക്കേണ്ട ആവശ്യം വരില്ല. ഒരു ക്രിസ്ത്യാനിക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല. ഒരു ഹിന്ദുവിനും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കാത്തു നിൽക്കാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവകാശികളായ ഹിന്ദുക്കൾ ഈ കേരളത്തിലെ ഭാരതത്തിലെ 2ാം നിരയിലുള്ള പൗരന്മാരെ പോലെ ജീവിക്കേണ്ട ഗതികേടാണ്. 1250+ സ്കൂളുകളൊക്കെ അംഗീകരിച്ചപ്പോൾ ഒരു മുസ്ലിം മന്ത്രിയുടെ പിടിവാശിക്ക് വേണ്ടിയാ കേരളത്തിലെ മറ്റ് ഹിന്ദു മന്ത്രിമാരും ക്രിസ്ത്യൻ മന്ത്രിമാരും ധനകാര്യ വകുപ്പ് വൻ നഷ്ടം ഉണ്ടായിട്ടും അംഗീകരിച്ചത്. മുസ്ലിങ്ങളുടെ പിടിവാശി ഇത് നിങ്ങൾ അറിയണം. സമദൂരമോ ശരി ദൂരമോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഒരു ദൂരവും ഉണ്ടാവാൻ പാടില്ലാത്തത് ഹിന്ദുക്കൾ തമ്മിലുള്ള ഐക്യത്തിന്റെ കാര്യത്തിൽ ആരും തമ്മിൽ ഒരു ദൂരം ഉണ്ടാവാൻ പാടില്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതി ഭേദമുണ്ടാവാൻ പാടില്ല എന്നാണ്. മതഭേദമുണ്ട്, മതങ്ങൾ തമ്മിൽ ഭേദമുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരു മതദ്വേഷം ഉണ്ടാവാൻ പാടില്ല എന്നാ പറഞ്ഞത്. ജാതി ഭേദം ഉണ്ടാവാൻ പാടില്ല. ആ ജാതിയിൽ ഈഴവ സമുദായവും അതുപോലെ നായർ സമുദായവും മാത്രമല്ല, നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഇന്ന് ഹിന്ദു ഐക്യത്തിന്റെ കാഹളത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറായ ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിലുമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് വരാൻ തയ്യാറായ കാലഘട്ടത്തിൽ നായർ സമുദായം അതിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ 100% പേരും അത് അംഗീകരിക്കുക ചെയ്തത്. ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അത് അപരാധമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇന്നലെ ആ NSSന്റെ വൈക്കം താലൂക്ക് ഭാരവാഹികളുടെ അംഗങ്ങളുടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭൂതിയുടെ എന്താ പറയുക ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. സന്തോഷമുണ്ട്. ഈ മാസവും അടുത്ത മാസവും ഒരു 10-25 NSS കരയോഗങ്ങളിൽ എൻ്റെ ക്ലാസ് ഉണ്ട്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, എന്നെ വിളിക്കാൻ പാകത്തിന് എനിക്ക് യോഗ്യതയുണ്ടോയെന്ന്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഹൈന്ദവ ജനത ഒരുമിച്ച് വരാൻ വേണ്ടി കുറേ കാലമായിട്ട് നമ്മളിൽ പലരും പ്രവർത്തിക്കുന്നതിൻ്റെ ഏതാണ്ടൊക്കെ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതറിയിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അത് മറ്റൊരു രീതിയിലും എടുക്കരുത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ധന്യമായി നിങ്ങളെ അറിയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.